ഈ നടുക്കടലിൽ വെച്ച് റഷ്യൻ എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തത് അതിന് പിന്നിൽ UK സഹായവും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് വളരെ ഒരു മുൻകൂട്ടി കരുതലോടുകൂടി ചെയ്തത് തന്നെയല്ലേ? ഏറിയൽ കവറേജ് കൊടുത്തത് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരു കപ്പൽ 2 ആഴ്ച മുൻപ് പുറപ്പെട്ട ഒരു എണ്ണക്കപ്പലാണ്. ഒന്നല്ല, 2 കപ്പലുകളുടെ ഒരു വ്യൂഹം എന്ന് വേണമെങ്കിൽ പറയാം, ചെറിയൊരു പെയർ. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. ദർ ഇസ് എൻ ഇറാനിയൻ കണക്ഷൻ, ദർ ഇസ് എ ചൈനീസ് കണക്ഷൻ ബെയറിംഗ് എ റഷ്യൻ ഫ്ലാഗ് ആൻഡ് ഡെസ്റ്റിനേഷൻ വാസ് വെനിസ്വേല. ഇവിടെയാണത് ട്രൂലി ഗ്ലോബൽ. ഈ കപ്പലിൻ്റെ യാത്രാപഥം നോക്കുമ്പോൾ ആർക്ക് വേണ്ടി ക്രൂഡ് ഓയിൽ എത്തിക്കാൻ വേണ്ടി പുറപ്പെട്ട കപ്പലാണ്. അതാണ് ആദ്യമായി നോക്കുമ്പോൾ വെനസ്വേലയാണ് പ്രശ്നം. വെനിസ്വേലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായുള്ളൂ ട്രംപിൻ്റെ വലിയ നിരീക്ഷണത്തിലാണ്, വലിയ രീതിയിലുള്ള പൊക്കിക്കൊണ്ട് പോകൽ. മഡൂറോയെ പൊക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പോലും തികയുന്നില്ല. അതിനു മുൻപ് തന്നെ പുറപ്പെട്ടൊരു കപ്പലാണ്. അതിനു മുൻപ് തന്നെ ഉപരോധമുണ്ട്. വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ കരീബിയൻ കടലിടുക്ക് കടന്ന് വെളിയിലേക്ക് പോകുന്നില്ല. ഓപ്പൺ സീയിലേക്ക് അറ്റ്ലാന്റിക്കിന് കുറുകെ സഞ്ചരിച്ച് യൂറോപ്പിലോ ചൈനയിലോ എത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അമേരിക്ക നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും കപ്പലുകൾ തെറ്റായ ഫ്ലാഗ് വെച്ചാണ് ക്യാമഫ്ലാഷ് ചെയ്യാനായി, തെറ്റിദ്ധരിപ്പിക്കാനായി തെറ്റായ ഫ്ലാഗ് വെച്ചാണ് പലപ്പോഴും സഞ്ചരിക്കുന്നത്. അങ്ങനെ രണ്ട് കപ്പലുകൾ ക്രൂഡ് ഓയിൽ, അതിനകത്ത് ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നോ അതോ empty ആണോ എന്നതിനെക്കുറിച്ചും സംശയങ്ങളുണ്ട്. ആ 2 കപ്പലുകളിൽ ഒരെണ്ണം പിടിച്ചെടുത്തിരിക്കുന്നു. അത് റഷ്യൻ ഫ്ലാഗ് ബെയർ ചെയ്യുന്ന കപ്പൽ ഐസ്ലൻഡിൻ്റെ കോസ്റ്റിൽ. നമുക്കറിയാമല്ലോ, വടക്കൻ യൂറോപ്പിൽ നോർത്ത് സീ മേഖലയിലാണ് ഐസ്ലൻഡ്. വടക്കൻ അറ്റ്ലാന്റിക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, ബ്രിട്ടൻ സ്കോട്ട്ലൻഡിനോടൊക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏരിയയാണ് ഐസ്ലൻഡ്. അതിൻ്റെ തീരത്ത് വെച്ചിട്ടാണ്, അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ബ്രിട്ടീഷ് വിമാനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി അമേരിക്കയുടെ യൂറോപ്യൻ കമാൻഡ് സംവിധാനമാണ് അത് പിടിച്ചെടുത്തിരിക്കുന്നത്. നോക്കൂ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം പ്രൊട്ടക്റ്റ് ചെയ്യാനായി ഒരു റഷ്യൻ വെസൽ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ റഷ്യൻ അന്തർവാഹിനി ഉൾപ്പെടെ റഷ്യൻ ഒരു കപ്പൽ സമുച്ചയം അങ്ങോട്ട് നീങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത. അങ്ങനെയെങ്കിൽ ലോകം വൻശക്തി പോരാട്ടത്തിന് വേദിയാവുകയാണ് നോർത്ത് അറ്റ്ലാന്റിക് മേഖല അറ്റ്ലീസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വളരെ സങ്കീർണമായ സിറ്റുവേഷനിൽ റഷ്യയും ചൈനയും കൂടി ഇടപെട്ടാൽ ഉള്ള അവസ്ഥ ആലോചിക്കൂ. ഈ എണ്ണ ആർക്ക് വേണ്ടിയാണ്? ഇറാൻ എണ്ണ വേണ്ട, വെനിസ്വേലയുടെ എണ്ണ എന്നല്ല, ഒരു രാജ്യത്തിൻ്റെയും എണ്ണ വേണ്ട. ഉള്ള എണ്ണ വിൽക്കാൻ തത്രപ്പാട് പെടുകയാണ് ഇറാൻ. റഷ്യക്ക് എണ്ണ ആവശ്യമില്ല, അവിടെ ക്രൂഡ് ഓയിൽ ഇഷ്ടം പോലെയുണ്ട്, അവിടെയും ഉപരോധം നേരിടുകയാണ്. ആവശ്യമുള്ളത് ചൈനയ്ക്കാണ്. 80% എണ്ണ വെനിസ്വേല വിൽക്കുന്നത് ചൈനയ്ക്കാണ്. പക്ഷേ ചൈന എവിടെ കിടക്കുന്നു? വെനിസ്വേല എവിടെ കിടക്കുന്നു? ലാറ്റിൻ അമേരിക്കയുടെ ഭാഗമാണ് വെനിസ്വേല. ചൈന അങ്ങ് ഈസ്റ്റ് ഏഷ്യൻ പ്രദേശത്താണ്. എത്തണമെങ്കിൽ ലോകത്തിൻ്റെ പകുതി ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥ, കടലിലൂടെ ഓയിൽ ടാങ്കേഴ്സ്. അപ്പം അവിടെ ചൈന ഉഗ്രമായി പ്രതിഷേധിച്ചിരിക്കുന്നു. ചൈന ഇപ്പോൾ മദുറോയെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയപ്പോൾ പ്രതിഷേധിച്ചതിനേക്കാൾ ഉഗ്രമായി റഷ്യൻ കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തതിനെ അതിശക്തമായി ചൈന അപലപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ റഷ്യയോടൊപ്പം തന്നെ ചൈനയും ഒരു നീക്കത്തിന് തയ്യാറാകുമോ? സൈനിക നീക്കമല്ല എങ്കിൽ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ തയ്യാറാകുമോ? ട്രംപ് സംയമനം പാലിക്കുമോ? ആ കപ്പൽ റഷ്യക്ക് വിട്ടുകൊടുക്കുമോ? എന്തായാലും ഒരു റഷ്യൻ കപ്പൽ അമേരിക്ക പിടിച്ചു വെച്ചതിന് ശേഷം റഷ്യ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നത് അത് നോക്കി കാണേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഓർക്കണം, ക്രൂഡ് ഓയിൽ വെനിസ്വേലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ, നമ്മൾ ഏറെ സംസാരിച്ചൊരു വിഷയമാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച്. ലോകത്തെ മൊത്തം ക്രൂഡ് ഓയിലിൻ്റെ 18% വെനിസ്വേലയുടെ മണ്ണിലാണ്. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറെ സൾഫറുള്ള ഒരു ക്രൂഡ് ഓയിലാണ്. അപ്പോൾ കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ ഒരു ക്രൂഡ് ഓയിലാണ്. പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡ്രിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, സംസ്കരിക്കുന്നത് ഏറെ ശ്രമകരമായ പടച്ചിലുള്ളൊരു കാര്യമാണ്. അമേരിക്ക കൃത്യമായ പ്ലാനിങ്ങിലാണ് നീങ്ങുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ടെക്സസിൽ ഉൾപ്പെടെ ലുസിയാനയിൽ ഉൾപ്പെടെ വൻപൻ റിഫൈനറികളുണ്ട്. അതായത് മെക്സിക്കൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ എണ്ണ ഖനനം ചെയ്തെടുക്കാനും ശുദ്ധീകരിക്കാനും തക്ക കപ്പാസിറ്റിയുള്ള റിഫൈനറികളാണ്. അതൊക്കെ കാര്യമായ പ്രവർത്തനമില്ലാതെ കിടക്കുന്നപ്പോൾ
അതുകൊണ്ട് വെനിസ്വലൻ എണ്ണ ഏറെക്കാലമായി ലഭിക്കാനില്ലാത്ത ഉപരോധം കാരണവും വെനിസ്വല തന്നെ ദേശസാൽക്കരിച്ചതുകൊണ്ടും പതിറ്റാണ്ടുകളായി ലഭിക്കാതിരുന്ന വെനിസ്വലൻ എണ്ണ ഇപ്പോൾ അനുകൂലമായ അന്തരീക്ഷത്തിൽ ലഭിക്കും എന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സുഗമമായ ഫ്ലോ ഉറപ്പുവരുത്താനുള്ള എന്തെല്ലാം ഘടനാപരമായ നീക്കങ്ങളുണ്ടോ? അപ്പോൾ ഇതൊരു സാമ്പിൾ ഡോസാണ്. ഒരു എണ്ണക്കപ്പൽ പിടിച്ചെടുത്താൽ എങ്ങനെയാവും ലോകരാജ്യങ്ങളുടെ പ്രതികരണം എന്നത് അളക്കാനുള്ള അമേരിക്കയുടെ ഒരു തന്ത്രം എന്ന നിലയിലാണ് ഈ ഘട്ടത്തിൽ ഞാനതിനെ കാണുന്നത്. അങ്ങനെയാണ്, അല്ലാതെ മനഃപൂർവ്വം റഷ്യ ഒരു അതായത് നമ്മളൊരു കുത്തിവയ്പ്പ് എടുക്കുന്നതിന് മുൻപ് ഒരു സാമ്പിൾ കുത്തിവയ്പ്പ് നടക്കുമോ, ടെസ്റ്റ് ഡോസ് എടുക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും അലർജി ഉണ്ടോ, റിയാക്ഷൻ ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയുള്ളൊരു നീക്കം എന്നതിനുപരിയായി ഞാനൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സാധ്യത കൂടി നമുക്കുണ്ട്. ഇന്ത്യക്കൊരു സാധ്യത ഇവിടെ തുറക്കുന്നു. ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം ക്രമപ്പെടുത്തുകയും അത് നോർമലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ, വ്യാപാര തർക്കം അവസാനിപ്പിക്കുകയും എക്സ്ട്രാ ടാരിഫ് ഒഴിവാക്കപ്പെടുകയും ഒക്കെ ചെയ്താൽ വെനിസ്വലയിൽ നിന്നും വൻതോതിലാണ് അമേരിക്കയിലേക്ക് എണ്ണ പമ്പ് ചെയ്യപ്പെടാൻ സാധ്യത. വളരെ അടുത്താണ്, 200 മൈൽസ് അല്ലെങ്കിൽ 350 കിലോമീറ്റർ ദൂരത്തിൽ വരെ അമേരിക്കയ്ക്ക് എത്തിപ്പറ്റാൻ കഴിയും. അപ്പോൾ അങ്ങനെയെങ്കിൽ 2000 മൈൽസ് 2000 മൈൽസ് മാത്രമാണ് അമേരിക്കൻ കോസ്റ്റിൽ നിന്നും. ആ ദൂരത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ റിഫൈൻ ചെയ്യപ്പെടാതെ ക്രൂഡ് ഓയിൽ പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ റിലയൻസ് ഈസ് എൻ എക്സ്പെർട്ട്. റിലയൻസ് പെട്രോളിയം ഇതുപോലെയുള്ള കടുപ്പമുള്ള എണ്ണ സംസ്കരിക്കാനുള്ള പ്രത്യേക സാങ്കേതികവിദ്യ ഇപ്പോൾ ഇന്ത്യയിലുള്ളത് റിലയൻസ് പെട്രോളിയത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് റിലയൻസ് ഈസ് വെയിറ്റിംഗ് ഇൻ ദ വിങ്സ്, എന്താണ് സംഭവിക്കുന്നത് എന്നത്. അതുകൊണ്ട് ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റാണ്. അതുകൊണ്ട് റഷ്യൻ കപ്പലുകൾ എന്ന വ്യാജേന എണ്ണ കൊണ്ടുപോകാനാവില്ല. അത് ചൈനയിലേക്കാണ് പോകുന്നത് എന്നാണ് കണക്ക്. ഇറാനിലേക്ക് പോവില്ല. ഇറാനിൽ നിന്ന് തിരിച്ച കപ്പലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഉപരോധങ്ങളെ ലംഘിക്കാനായി ഇറാൻ ആകട്ടെ, റഷ്യ ആകട്ടെ, വെനിസ്വല തന്നെ ആകട്ടെ ശ്രമിച്ചാൽ തങ്ങൾ ലോകത്തിൻ്റെ ഏതറ്റം വരെയും പിന്തുടർന്ന് കപ്പലുകളെ പിടിച്ചെടുക്കും എന്ന സൂചന നൽകാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഗുണ്ടായിസം എന്ന് ചൈന പറയുന്നത്. പക്ഷേ ഇത് ലോകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കി വെക്കുമോ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഈ ഇടപെടൽ വരുമ്പോൾ? ടെൻഷൻ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് അമേരിക്ക, അത് ശീതയുദ്ധാനന്തരം പ്രത്യേകിച്ച് 1990 ശേഷം ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലെത്തി നിൽക്കുകയാണ്. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശീതയുദ്ധ അനന്തരവും റഷ്യയുമായും ചൈനയുമായും ഒക്കെ അമേരിക്ക നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നത്, കാരണം ഇറാനിലെ വിഷയം, അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലെ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയം, അവിടെയൊക്കെ ചൈനയ്ക്കും റഷ്യയ്ക്കൊക്കെ നിലപാടുകളുണ്ട്. പക്ഷെ നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നില്ല. പക്ഷേ ഇപ്പോൾ നേരിട്ട് ഒരു റഷ്യൻ കപ്പൽ അമേരിക്ക പിടിച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ, മുൻകാലത്തെ U2 ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു U2 ഗൺബോട്ടുകൾ അന്ന് കിഴക്കൻ തീരത്ത് പിടിച്ചു വെച്ച ഒരു സംഭവമുണ്ട്. അതിന് സമാനമായ രീതിയിൽ ശീതയുദ്ധകാലത്തെ ആ ഇൻസിഡൻറ്റ് സമാനമായ രീതിയിലുള്ള ഒരു നീക്കമാണ്. വേൾഡ് ഇപ്പോൾ ഉദ്വേഗത്തിന്, ഇപ്പോൾ ഇവിടെ അകലെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് വളരെ അകലെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ റിപ്പർക്കഷൻസ് ഗ്ലോബലാണ് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.